ഇന്നേ നമ്മള് ഒരു ഫില്ലി ചീസ് സ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം ചീസ് സ്റ്റേക്കിനൊക്കെ ഭയങ്കര വിലയാണ് പുറത്ത്. അത് കാരണം ഞങ്ങൾ വീട്ടിലത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങള് ഫില്ലി ഗവൺമെന്റ് ഫാമിലി ട്വിൻ പാക്ക് ചീസ് സ്റ്റേക്കിന്റെ സ്ലൈസസ് ആണ്. ഇത് BJCന്ന് വാങ്ങിച്ചാണ്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ. പാൻ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ടതുണ്ട് ഒരു സ്ലൈസ് ആയിട്ട് ഇങ്ങനെ വരുന്നത്. ഇത് നമ്മള് ഒരാൾക്കൊരു 4-5 സ്ലൈസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതുണ്ടോ, ഇത് ഇത് നമ്മൾ ഈ ചൂടാകുന്നതനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്യണേ. ഇങ്ങനെ ക്രഷ് ചെയ്യണം. ഇങ്ങനെ ഇതിന്റെ ചെറുതായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് എന്റെ മമ്മിക്കൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ ഇഷ്ടമാണ്. ചീസ് സ്റ്റേക്ക് ഞങ്ങളിവിടെ വാങ്ങിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 1-2 ഐറ്റമേ ഇവിടുത്തെ ഒന്ന് കഴിക്കാറുള്ളൂ. അപ്പം നമുക്കിവിടെ ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രത്യേകതയുണ്ട് കേട്ടോ. ഫിലഡൽഫിയയുടെ ഒരു പ്രത്യേകതയാണ് ചീസ് സ്റ്റേക്ക്. ഫില്ലി ചീസ് സ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആണ്. അപ്പൊ ഫിലഡൽഫിയയിൽ വരുന്നവരെ ഒരു ചീസ് സ്റ്റേക്ക് കഴിക്കുക എന്നുള്ളൊരു പ്രത്യേകതയാണ്. അപ്പം ഇതിനകത്തുനിന്ന് 5 സ്ലൈസ് എടുത്താണ് ഇത്. കണ്ടോ, ഇതിപ്പം 5 സ്ലൈസ് ഇട്ടെങ്കിലും ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കൃഷി ചെയ്ത് ഇതിങ്ങനെ ഡ്രൈ ആകും, നല്ലതായിട്ട് ഡ്രൈ ആകുത്. അപ്പം ഇത് നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇച്ചിരി ഒരു എരിവിനൊക്കെ ഉള്ള ചില പെപ്പറും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇന്ത്യൻ സ്റ്റൈൽ അതായുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇച്ചിരി എരിവൊക്കെ ഇതിനകത്ത് വേണം. ഇതെന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്. ഇതിനകത്ത് ഒരു വൈറ്റും ഇല്ലാത്ത റെഡ് മീറ്റ് ആയി ചീസ് സ്റ്റേക്ക് ഉണ്ടാക്കും. ഫിലഡൽഫിയയിൽ ആർക്കും ചോദിച്ചാലും അറിയാം, ഫില്ലിയുടെ ഒരു പ്രത്യേകതയാണ് ചീസ് സ്റ്റേക്ക്. ഇത് കണ്ടില്ലേ, നമ്മൾ 5 എണ്ണം ചെയ്താണ്. അപ്പം അത് നല്ലതായിട്ട് ഡ്രൈ ആയി. നിന്റെ ഹെൽപ്പ് കൂടെ വേണം കേട്ടോ. കാര്യം ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. അപ്പൊ ഇതിനകത്ത് നമ്മള് ഇത് ഒനിയനാണ്, ഇത് ഫ്രൈഡ് ഒനിയനാണ്, ഇത് ഫ്രൈ ചെയ്തതാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഇത് ബനാന പെപ്പർ എന്ന് പറയും. ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ ഞാൻ ചെയ്യുവാണ്, ഇച്ചിരി എരിവൊക്കെ ആയിട്ട്. ബനാന പെപ്പർ. അതുപോലെ തന്നെ ഇത് നമ്മുടെ വറ്റല് മുളകാണ്, വറ്റല് മുളക്. പിന്നെ ഇത് ആലപ്പിനോ, ഇച്ചിരി സ്പൈസിയാണ് ആലപ്പിനോ. പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഇച്ചിരി കെച്ചപ്പ് കൂടെ ഇതിനകത്ത് ഒഴിക്കുന്നു. ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ ചീസ് സ്റ്റേക്കാണ്. ഓക്കെ, അത് തന്നെ സ്പൈസി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത്. അല്ലെ ഇതിന്റെ ഈ സൈഡെല്ലാം അല്ലാതെ തന്നെ മേളിലോട്ട് ചെയ്യുക, ഇപ്പിക്കും ഒക്കെ വെക്കുന്ന അങ്ങനെയാണ്. അപ്പം ഇത് നമ്മൾ ഒരു സ്പൈസി ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയും. ഞാൻ ഇന്ത്യൻ സ്റ്റൈലിലൂടെ 1-2 റെസ്റ്റോറന്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരാ പറഞ്ഞ് ഇങ്ങനെയാ ചെയ്യുന്നത്. അതാണ് ഇന്ത്യൻ സ്റ്റൈലിന് വേണ്ടി. $7 കിട്ടുമായിരുന്നു അമേരിക്ക വന്ന സമയത്ത്. ഇപ്പൊ ഇതിന് ഭയങ്കര വിലയായി കേട്ടോ. $15, $16 ഒക്കെയാണ് നല്ല ചീസ് സ്റ്റേക്കിന് കൊടുക്കണം. എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ചീസ് സ്റ്റേക്ക് വാങ്ങിച്ചു തന്നത് പാലമ്പളത്തെ റെജിമോനാണ്. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയി എനിക്ക് സ്റ്റീവൻസ് ചീസ് സ്റ്റേക്ക് വാങ്ങിച്ചു തരുന്നത്. അതിനുശേഷം അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചീസ് സ്റ്റേക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക്സ് ടു റെജിമോൻ. ഇത് ചീസ് സ്റ്റേക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചീസ്, ഇത് അമേരിക്കൻ ചീസ്, ഇതാണ് നമ്മൾ ഇതിന്റെ മേളിലോട്ട് വെക്കുന്നത്. അങ്ങനെ ഈ ചീസ് മെൽറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് ബ്രെഡ് വെച്ച് കവർ ചെയ്യുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രെഡാണിത്. ഇതാണ് ബ്രെഡ് റോളാണ്. ഇത് ഫാമിലി പാക്കറ്റ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഞങ്ങൾ 3 പേരും ഇവിടെ ഇത് കഴിക്കുന്നത് കേട്ടോ. ഞാനും ജെനിയും ജെയ്ഡനും. മറ്റവർക്കെല്ലാം ബർഗർ ജെനി ഇന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അവർക്ക് ചീസ് സ്റ്റേക്കിനോട് വലിയ താല്പര്യമില്ല. ഞങ്ങൾ 3 പേരുമാണ് കഴിക്കുന്നത്. അപ്പൊ ഇതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യുന്നു. ചീസ് മെൽറ്റ് ആയി. അങ്ങനെ നമ്മൾ കണ്ട് ഈ ബ്രെഡ് ഇത് വെച്ചു. ഇത് ഇങ്ങനെ എടുക്കും കണ്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചീസ് സ്റ്റേക്കാണ് ഞങ്ങളുടെ ഡിന്നർ. അപ്പം ഞാനും ജെയ്ഡനും ജെനിയും കൂടാണ് ചീസ് സ്റ്റേക്ക് കഴിക്കുന്നതെന്ന്. അപ്പൊ എനിക്ക് ഇന്ന് അവധിയായിരുന്നു, അതുകൊണ്ടാണ് ചീസ് സ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. ഇച്ചിരി സമയം എടുക്കുന്ന കാര്യമാണ് ചീസ് സ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇനിയും കഴിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കൊക്കെ ഞങ്ങൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം,
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്